നമുക്ക് ലീവ് ഇട്ടിട്ട് നമ്മൾ ഉമ്മാന്റെ വീട്ടിലേക്ക് വന്നിട്ടാണ്. ഇവിടെ വന്നിട്ട് കുറെ മണ്ണിൽ കളിക്കുകയും എന്താണ് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും എണ്ണയും എല്ലാതും കൂടിയിട്ട് എന്തോ അങ്ങോട്ട് ആക്കി. അത് എന്നിട്ട് ഞാൻ ഫ്രൈ ചെയ്യാൻ അടുപ്പത്ത് അങ്ങോട്ട് പറഞ്ഞു. കുറച്ച് നോക്കുമ്പോണ്ട് ചട്ടികളെ എല്ലാതും ചട്ടി അപ്പൊ ഒന്നും കാണല്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് എടുത്ത് നോക്കുമ്പോണ്ട് ചട്ടി മുഴുവൻ ഇങ്ങോട്ട് ആളി കത്തിക്കണേ. ചട്ടി എന്ന് കാണാല്ലോ. ഇനി കാണിച്ചതാ അറിയോ സ്റ്റാർ ഫുഡോ? എന്താ ഇതാണ് ഇപ്പൊ ചട്ടിന്റെ അവസ്ഥ. ആകെ ആളിക്കത്തിട്ട് ആകെ ആക്കിയത് കാണിച്ചതാ. അപ്പൊ നമ്മാന്റെ വീട്ടിൽ പെരിഞ്ചാതി കളിയെന്ന് വെച്ചാൽ നാടൻ കളികള്. ചട്ടിയിൽ ചോറുണ്ടാക്കിയിട്ട് ഉമ്മയാണെങ്കിൽ എല്ലാതും തരും. എണ്ണയും കുരുമുളകും എല്ലാതും തരും. അല്ലാതെ അടുപ്പ് കത്തിക്കാൻ ലൈറ്ററും എല്ലാതും തരും. അല്ല രാവിലെ കൊടുക്കുമ്പോൾ നിറച്ച് കിളികളും ഇവിടെ നിറച്ച മരക്കണ്ണാനേക്കാരം മുറ്റത്ത്. വേളാമ്പലൊക്കെ അവിടെ വന്നിരിക്കുന്നു. ഇവിടെ ഉണ്ട് കിളികൾ പറയാം. പക്ഷേ ഉച്ച സമയത്ത് കൂടുതൽ കിളികളുണ്ടാവും. പരുന്തൊക്കെ വന്നിട്ട് ഇരിക്കലുണ്ട്. കൂടുതൽ കാണുക വേളാമ്പലിനേക്കാരും. വേളാമ്പലി മയില് ഒക്കെ വരും. ഇന്നലെ കൊറേ വന്നു. ഇന്നലെ വന്നു. ഇപ്പൊ ഇന്നും വന്നില്ല. ഗർഭാനി കണ്ടിരുന്നു 2 എണ്ണത്തിനകത്തോടു കൂടി. പിന്നെ നമുക്കൊരു ഫുട്ബോളിന്റെ മാച്ച് വെക്കാം. പിഗിന്റെ ശല്യമുണ്ട്. മുള്ളംപന്നിയൊക്കെ അവിടെ കൊറേ ഉണ്ടാവും. ഇതൊക്കെ മുള്ളംപന്നി അല്ലത്, ഇത് മറ്റേ പിഗാണ്, കാട്ടു പിഗ്. മുള്ളംപന്നി ഇത് കണ്ടോ ഇവിടെ അങ്ങോട്ട് കടിച്ചിട്ടിട്ട് അങ്ങോട്ട് പോയി. മാങ്ങഞ്ചിലെ കുഴിച്ചിട്ട് ചെടികളും ഇവിടെ എടുത്തേക്കണു കൊറേ. ചട്ടികളൊക്കെ പൊട്ടിച്ചിരിക്കണു. മുള്ളമ്പന്നീന്റെ മുള്ളൊക്കെ കിട്ടിയിരുന്നു നമുക്ക്. കൊറേ ചട്ടികൾ ഇവിടെ എത്തിക്കുന്നു. ഇതൊക്കെ മൊത്തം പറിച്ചെടുത്തടാ. രണ്ടാമത് ഉണ്ടായി വരിക. ഇതേമാതിരി ഉണ്ടായതാണ്. 5 ഗോൾ അടിക്കണം. നമുക്കത് അടിച്ചോക്കാം. 5 ഗോൾ. ദോശ പൊതിച്ചോറ് നോക്കട്ടെ. പപ്പടൊക്കെ ഉണ്ട്. പപ്പടം ഇതെല്ലാതും കൂട്ടിയിട്ട് ലാർജും മീഡിയം ഒക്കെ ഉണ്ട്. ഇതൊരു സ്മൂള് കാണിച്ചു തരാം. ഇത് ഒരാൾക്ക് തിന്നാളെ, ഇത് 4 ആൾക്ക് തിന്നാളെ. ഇതാണ് മോനെ സാധനം, പുള്ളി സാധനം. അവിയല് ഈ ചെറുക്കനാണ് ഇത് ഉണ്ടാക്കിയിരിക്കണേ. ചെറുതേ പൊതിയോടെ ഇതുണ്ട്. ഇത് പിന്നെ ചെറുതാ. അല്ല ഇതായിരുന്ന ഈ ചെറുക്കനുണ്ടാക്കിയിരിക്കണ. ഇതായിരുന്നു അടപ്രഥം. സാധനം പൊളിയ. ഈ നാളെ രാവിലത്തേക്ക് ഉണങ്ങാൻ വെച്ച സാധനം പൊളിക്കും.
കണ്ടു കണ്ടു. പപ്പടതാ പപ്പാട്ടം. പപ്പ എന്നിട്ട് വേണം കാണിച്ചു കൊടുക്കാൻ. നമ്മളുണ്ടാക്കിയ പൊതിച്ചോറ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മളെ നൈബറിന് ഒരു പെറ്റ് ഉണ്ട്, ഒരു ടോഫോ എന്ന് പേരുള്ള ഒരു ഡോഗ്. നമ്മളെന്നും പോയിട്ട് ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മളോട് നല്ല ഇണങ്ങുകയൊക്കെ ചെയ്തു. അർമാന് മുന്നേ വന്നിട്ടില്ല, കൂടിൻ്റെ അടുത്തേക്ക് വന്നാ ഒന്നിങ്ങോട്ട് തല ആക്കിയതാട്ടോ. ഇതിമ്മ കൊന്നിട്ടാണെങ്കിൽ ഒന്നിങ്ങോട്ട് ആക്കി വെക്കണം. അപ്പൊ അങ്ങോട്ട് കൂട്ടിന് മതം പൊട്ടി ചാടിയിട്ട് അങ്ങോട്ട് വന്നു. പിന്നെ ഒറ്റക്ക് കണ്ടിക്കുകയാണെങ്കിൽ ഇപ്പൊ പരക്കും. അന്നായിട്ട് കമ്പനിയാ. ഒന്നും കൊണ്ടുവന്നിട്ടില്ല. വാലാട്ട് നോക്കടാ. ബിസ്ക്കറ്റ് ഇട്ടാൻ പറയണേ കണ്ടോ അമ്മ? ഇങ്ങനെ തല താഴ്ത്തിയിട്ട് നീ ബായി പറഞ്ഞു പോ. പോവാണ് കേട്ടോ. ടാറ്റാ. ഇഷ്ടപ്പെടൂല. നമ്മൾ എന്ന് പോകുമ്പോഴേ ഇമ്മ നമുക്കൊരു 100 ഉറുപ്പ്യ തരും, എപ്പോഴും തരുന്നിട്ട് അതൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു ഉണ്ടികയിൽ ഇങ്ങനെ സേവാക്കിയിട്ട് ഇപ്പോൾ കുറേ പൈസ അമ്മയിൽ തന്നതുണ്ട്. കുറേ എന്നും ഇങ്ങനെ തിന്നിട്ട് ഇപ്പോൾ നമുക്ക് വേറൊരു ഉണ്ടിക എടുത്തിട്ട് എവിടെ വെച്ചിട്ട് അതിലിപ്പോൾ പകുതി മുക്കാലും വയ്ക്കണേ. ഇക്ക് വേണ്ടിയിട്ട് വെച്ചിട്ട് അതിലിപ്പോൾ പകുതി മുക്കാലും ആയിട്ട് ഫുള്ളായിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ഇനിയിപ്പോൾ വണ്ടി വരും, വണ്ടി വന്നിട്ട് വേണം പോവാൻ. ഇപ്പം ഗാസ് ഇവിടെ എപ്പോഴും ഉണ്ടാവലാണ് ഇങ്ങനത്തെ ഒരു ഒച്ച. പെട്ടെന്ന് ചാവും ചെയ്യും, പക്ഷേ ഒരു പ്രസവത്തിൽ തന്നെ കുറേ ഉണ്ടാവും ആഫ്രിക്കൻ ഒച്ചകൾ. അങ്ങനെയുണ്ട് കാഴ്ച കൂടെ. അതാ അതിൻ്റെ കുട്ടി, അതിൻ്റെ കുട്ടി അതാ അതവിടെ അവിടെ 3 1 2 3 ഇഷ്ടംപോലുണ്ട്. ഇനി വേറൊന്ന് കാണിച്ചു തരാം. ഇവിടെ വഴിയിലും എല്ലായിടത്തും കുറേ ഉണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് കണ്ടില്ലേ, അതേമാതിരി ഇനി ഒരു 3 എണ്ണത്തിനെയും കൂടി കാണിച്ചു തരാം. ഇമ്മ കുറേ എണ്ണത്തിനെ കൊല്ലാൻ നോക്കും. എത്രക്കൊരു വലിപ്പമുള്ളേക്കാരും എത്ര കൊന്നാലും ഇങ്ങനത്തെ ഈ ഗ്യാപ്പുകളിലേക്ക് ഐറ്റങ്ങൾ പ്രസവിക്കുക. ആ ഗ്യാപ്പിൽ പ്രസവിച്ചു കണ്ടോ. ഒരു ചെറിയ കുട്ടിയെ ഇലക്ക് കൂട്ടി വെച്ചിട്ടു, പിന്നെ നോക്കുമ്പോ ചത്തിട്ടില്ല. അത് അത്ര വലിപ്പയിക്കണം, വലുത്. കുറച്ച് വലുതാണ്. അപ്പൊ ഗായ്സ് ഇത്രക്കുള്ള വീഡിയോ വണ്ടി വന്നിട്ട് നമ്മൾ പോവുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതാണ്. എന്തെങ്കിലും പറയാണ്ടോ? ഇവിടേക്ക് വേഴാമ്പലൊക്കെ വന്നിരുന്നു. 2 വേഴാമ്പല് വന്നു അല്ലേ? വേഴാമ്പലി. ഇവിടെ കൊറേ കിളികളുണ്ട്. ഇപ്പത്തെ മരത്തിൽ ഉള്ള കിളികളല്ലേ? ഇവിടെ കുറെ എണ്ണാരക്കണ്ണന്മാരും കിളികളും പരുന്തൊക്കെ വന്നിട്ട് വലിയ പരുന്തൊക്കെ പുള്ളിപ്പരുന്തൊക്കെ ആ കൊമ്പുമ്മങ്ങൾ വന്നിരിക്കും. വേഴാമ്പലി മയിലാണ് ഇവിടുത്തെ കൂടുതൽ, എല്ലാം കൂടുതൽ. നമുക്ക് മയിലിന്റെ മുള്ളമന്നി മുള്ള് കിട്ടിയിരിക്കുന്നു. കുറേ ജന്തുക്കളെ പിടിക്കുന്നത്.